ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ട് കർക്കിടക മാസം മുഴുവൻ ഐശ്വര്യമുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചാണ്. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ വീട് വൃത്തിയാക്കുന്നതിനെക്കുറിച്ചും മഹാലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലോട്ട് സ്വീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ നോക്കുന്നത് കർക്കിടക മാസം മുഴുവൻ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുക. ഈ ഒരു കർക്കിടക മാസം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അടുത്ത കർക്കിടകം വരെ നമ്മുടെ വീട്ടിൽ എല്ലാ രീതിയിലുമുള്ള ലക്ഷ്മി കടാക്ഷവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പോയിൻറ്റ്സും നമ്മൾ വളരെയധികം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല ഫലം എന്ന് പറയുന്നത് വളരെ വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുലദൈവ പൂജ ചെയ്യുക എന്നുള്ളതാണ്. കുലദൈവ പൂജ ഞാൻ എപ്പോഴും നിങ്ങളോട് സാധാരണയായിട്ട് ഒരു ചെറിയ കുടത്തിൽ ജലമെടുത്ത് അതിൽ പച്ചക്കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ജവ്വാതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയല്ലാതെ നമ്മൾ ഈ ഒരു 30 ദിവസവും നമ്മുടെ വീട്ടിൽ കുലദൈവ പൂജ ചെയ്യണം. അതായത് ഈ വരുന്ന 17-ാം തീയതി അന്നാണ് കർക്കിടകം 1 വരുന്നത്. അന്ന് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കുലദൈവ പൂജയെക്കുറിച്ച്. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു മൺകുടം എടുക്കാം, അല്ലെങ്കിൽ ഒരു ബ്രാസിൻ്റെ കുടം എടുക്കാം. ആ കുടം നന്നായിട്ട് നമ്മൾ മഞ്ഞൾ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് തൂത്താൽ മതിയാവും. അത് മൺകുടമാണെങ്കിൽ മാത്രം. നിങ്ങളുടെ കയ്യിലുള്ളത് ബ്രാസിൻ്റെ കുടമാണെന്നുണ്ടെങ്കിൽ ആ കുടത്തിന് ചുറ്റും നിങ്ങൾ മഞ്ഞൾ പൂശേണ്ട ആവശ്യമില്ല. മൺകുടമാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും മഞ്ഞൾ പൂശിയിട്ട് അതിൽ അരഗജ പൊട്ട് വെച്ച് ചന്ദനം, മഞ്ഞൾ, കുങ്കുമം, അതേപോലെ ഭസ്മവും തൊട്ട് 3 പിടി പച്ചരി ഇടുക. പച്ചരി ഇട്ടതിന് ശേഷം 11 1 രൂപ നാണയങ്ങൾ അത് നമ്മുടെ കയ്യിലെടുത്ത് നമ്മുടെ ആഗ്രഹം നമ്മുടെ കുലദൈവത്തിനോട് പറഞ്ഞ് ആ ഒരു കുടത്തിനുള്ളിൽ ഇട്ടതിന് ശേഷം നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം കൂടി ഒരു പേപ്പറിൽ എഴുതി ആ കുടത്തിൽ വെച്ച് നമ്മൾ ആ കുടത്തിന്, ഇപ്പോൾ മൺകുടമാണെങ്കിൽ മണ്ണിൻ്റെ ഒരു തട്ടുണ്ടാവും, ബ്രാസ് കുടമാണെന്നുണ്ടെങ്കിൽ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ഒരു തട്ടുകൊണ്ട് ആ കുടം അടച്ച് അതിന് മുകളിൽ മൺവിളക്കിൽ നെയ്യൊഴിച്ച് കിഴക്കോട്ട് തിരിയിട്ട് നമ്മളൊരു ദീപം കൊളുത്തുക. ഇത് കർക്കിടകം 1-ാം തീയതി ജൂലൈ 17-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. രാവിലെ അല്ല ചെയ്യേണ്ടത്, വൈകിട്ടാണ് ചെയ്യേണ്ടത്. അത് അടുത്ത വ്യാഴാഴ്ച വരെ അതേപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊള്ളട്ടെ. അതിന് മുകളിൽ ഇരിക്കുന്ന ആ ഒരു ദീപം, ആ മൺവിളക്ക് മാത്രം എടുത്ത് കഴുകി മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ച് എന്നും നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുക. അടുത്ത വ്യാഴാഴ്ച, അതായത് ഇപ്പം നമ്മൾ 17-ാം തീയതി കൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വ്യാഴം എന്ന് പറയുന്നത് 24 24-ാം തീയതി വ്യാഴാഴ്ച നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നതിന് മുൻപായിട്ട് ആ കുടമെടുത്ത് ആ പച്ചരി നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ആ പച്ചരി കൊണ്ട് ശർക്കര പായസം ഉണ്ടാക്കി നമ്മുടെ കുലദൈവത്തിന് തന്നെ സമർപ്പിക്കാം, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്കാണെങ്കിലും സമർപ്പിക്കാവുന്നതാണ്. അതിലെ നാണയങ്ങൾ ഒരു മഞ്ഞ കളറിലെ തുണിയെടുത്ത് അതിൽ കിഴികെട്ടി മാറ്റി വെച്ചിരിക്കും. ഇത് നമ്മുടെ കുലദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ബാക്കി അതെല്ലാം നന്നായിട്ട് ആ കുടവും ആ ഒരു അടച്ചു വെക്കുന്ന പാത്രവും ആ മൺവിളക്കും നന്നായിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്യുകയാണ്. പുതിയ 1 രൂപയുടെ 11 കോയിൻസ് എടുക്കണം. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. വീണ്ടും അത് തന്നെ നമുക്ക് ആ കുടത്തിനുള്ളിൽ വെച്ചാൽ മതിയാവും. അങ്ങനെ വീണ്ടും അടുത്ത വ്യാഴാഴ്ച, അതിനുശേഷം വീണ്ടും അടുത്ത വ്യാഴം, അതായത് ജൂലൈ 17-ാം തീയതി നമ്മൾ വെക്കുന്നു. അത് മാറ്റുന്നത് ജൂലൈ 24-ാം തീയതി. അതിനുശേഷം വരുന്ന അടുത്ത വ്യാഴം എന്ന് പറയുന്നത് ജൂലൈ 31. അത് കഴിഞ്ഞ് വരുന്നത് ആഗസ്റ്റ് 7. ഏറ്റവും അവസാനത്തെ വ്യാഴം എന്ന് പറയുന്നത് ആഗസ്റ്റ് 14. അങ്ങനെ നമ്മൾ ആഗസ്റ്റ് മാസവും ജൂലൈയിലും വരുന്ന ടോട്ടൽ 5 വ്യാഴാഴ്ചകളിൽ, കർക്കിടക മാസത്തിലെ 5 വ്യാഴാഴ്ചകളിലും നമ്മൾ അടുപ്പിച്ച് ഈ ഒരു പൂജ ചെയ്യുന്നു. തുടങ്ങുന്നത് 17-ാം തീയതി മുതൽ. അങ്ങനെ വരുമ്പം ടോട്ടൽ നമ്മുടെ കയ്യിൽ 44 1 രൂപ കോയിൻസ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കുലദൈവത്തിനെ കാണാൻ പോകുമ്പം ഈ ഒരു കിഴി കെട്ടിയ നാണയം അവിടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ പൈസ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. കർക്കിടക മാസം മുഴുവൻ നമ്മൾ കുലദൈവ പൂജ ചെയ്ത അനുഗ്രഹവും കിട്ടും, നമ്മുടെ ആഗ്രഹവും സാധിച്ചു കിട്ടും. ഇനി വെളിയിലൊക്കെ താമസിക്കുന്നവരാണ്, നിങ്ങൾക്ക് കുലദൈവത്തിനെ കാണാൻ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ആ പൈസ അയച്ചു കൊടുത്താൽ മതിയാവും, കുറച്ചും കൂടെ കൂടുതലായിട്ട്. എന്നിട്ട്
അവരോട് അവിടെ പോകാനും ആ പൈസ അവിടെ സമർപ്പിക്കാനും പറഞ്ഞാൽ മതിയാവും. എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. ഇത് വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ കുലദൈവ കുടത്തിൽ വെള്ളം വെക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ്. ഈ ഒരു മാസം മുഴുവൻ 21 ദിവസം അടുപ്പിച്ച് ചെയ്യുക. ഇതിനിടയ്ക്ക് പീരിയഡ്സ് വരുമ്പോൾ മുടങ്ങിക്കോട്ടെ, ആ ദിവസങ്ങൾ നിങ്ങൾ കൂട്ടേണ്ട. അതിനുശേഷം വീണ്ടും നിങ്ങൾക്കിത് തുടങ്ങി തീർക്കാവുന്നതാണ്. വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്കിത് ചെയ്യും. ഇതാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. അതേപോലെ കർക്കിടകം 1-ാം തീയതി കർക്കിടക മാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കർക്കിടകത്തിൽ വരുന്ന പൗർണമിയിലും നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ വീടിന് ഫ്രണ്ട് ഡോറിന് മുൻപിലായിട്ട് മാവില തോരണവും അതേപോലെ വേപ്പിലയും വെക്കാൻ മറക്കരുത്. വേപ്പില എന്ന് വെക്കുമ്പോൾ എല്ലാവരും കറിവേപ്പിലയാണോ എന്ന് ചോദിക്കും. അല്ല, ആര്യവേപ്പിൻ്റെ ഇല. ഇതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമോ അത് വെക്കുക. രണ്ടും കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടും വെക്കണം. കർക്കിടകം 1-ാം തീയതി വ്യാഴാഴ്ച പ്രത്യേകിച്ച് തലേ ദിവസം ബുധനാഴ്ച തന്നെ നിങ്ങൾ മാവില തോരണമൊക്കെ കെട്ടി വെക്കണം. ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇലയും കൂടി സംഘടിപ്പിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പം ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ഡോർ തുറന്ന് അവിടെ ഇത് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം. അതല്ലെങ്കിൽ നേരം വെളുത്തതിന് ശേഷം മതി. സുരക്ഷിതത്വം നോക്കി മാത്രം ചെയ്യണം. 16 മാവിലകളാണ് നമ്മൾ തൂക്കേണ്ടത്. കാരണം ലക്ഷ്മികൾ 8 ലക്ഷ്മികളുടെ 2 കൈകളും കൂടെ കൂട്ടിച്ചേർത്താണ് 16 മാവിലകൾ എന്ന് പറയുന്നത്. അങ്ങനെ 16 മാവിലകൾ നമ്മൾ നമ്മുടെ വീടിന് ഫ്രണ്ടിൽ ചാർത്തണം. ഇത് ശ്രദ്ധിക്കേണ്ടത് കർക്കിടകം 1, ഈ കർക്കിടക മാസത്തിലെ എല്ലാ വെള്ളിയും, കർക്കിടക മാസത്തിലെ എല്ലാ ചൊവ്വായും, കർക്കിടക മാസം വരുന്ന പൗർണമി, ഈ ദിവസങ്ങളിലെല്ലാം ചെയ്യണം. വളരെ നല്ലതാണ്. കർക്കിടക മാസത്തിൽ 30 ദിവസവും നമ്മൾ നമ്മുടെ വീടിന് ഫ്രണ്ടിൽ ആര്യവേപ്പില വെക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. കാരണം കർക്കിടക മാസം എന്ന് പറയുന്നത് ദേവിയുടെ മാസമായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ആര്യവേപ്പില വെക്കുന്നത്. കിട്ടാൻ ചാൻസ് ഉള്ളവരൊക്കെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ആര്യവേപ്പില വെക്കണം. പണ്ടുള്ളവർ പറയുന്നത് കർക്കിടക മാസം എന്ന് പറയുന്നത് രോഗങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമായതുകൊണ്ട് ആ ഒരു രോഗങ്ങളെ ചെറുക്കാനാണ് നമ്മൾ ആര്യവേപ്പില വെക്കുന്നതെന്നാണ്. എന്ത് തന്നെ ആയാലും അതിൻ്റെ പുറകിലത്തെ ലോജിക്ക് എന്ന് പറയുന്നത് എന്തായാലും അത് നമുക്ക് തരുന്നത് ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതേപോലെ കർക്കിടക മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ചൊവ്വായോ വെള്ളിയോ നിങ്ങളുടെ വീട്ടിലെ ദേവി ഫോട്ടോയ്ക്ക് ആര്യവേപ്പില കൊണ്ടൊരു മാല ചാർത്താൻ പറ്റിയാൽ ഏറ്റവും ഉത്തമമാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ദേവിക്ക് ആര്യവേപ്പില കൊണ്ടൊരു മാല കെട്ടി ചാർത്തുന്നതും വളരെ വളരെ നല്ല ഫലങ്ങൾ നമുക്ക് തരും. അപ്പം എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത്, ആര്യവേപ്പിലയൊക്കെ വീടിൻ്റെ അടുത്ത് ഒരുപാട് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പറിച്ച് മാല കെട്ടി വീട്ടിലും ചാർത്താം, ക്ഷേത്രത്തിലും കൊടുക്കാം. അങ്ങനെയല്ല, നിങ്ങളുടെ വീട്ടിൽ ദേവി ഫോട്ടോയൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കത് ദേവി ക്ഷേത്രത്തിലും കൊടുക്കാം. ദേവി എന്ന് പറയുമ്പോൾ ദേവി സ്വരൂപം ആർക്കും ചാർത്താം. ലക്ഷ്മിക്ക്, വാരാഹി അമ്മയ്ക്ക്, നിങ്ങളുടെ വീട്ടിൽ പാർവതി ദേവി ഉണ്ടെങ്കിൽ പാർവതി ദേവിക്ക്, ദുർഗാദേവിക്ക്, ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആര്യവേപ്പിൻ്റെ മാല ചാർത്താവുന്നതാണ്. അതേപോലെ തന്നെ 18 നാരങ്ങ കൊണ്ടുള്ള മാലയും നിങ്ങൾക്ക് വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി അമ്മയ്ക്കോ ദുർഗാദേവിക്കോ ഏത് ദേവീ സ്വരൂപമാണോ വീടിനടുത്തുള്ളത് അവിടെ കർക്കിടക മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം കൊണ്ടുപോയി ചാർത്താവുന്നതാണ്. ഇതും നമ്മുടെ ജീവിതത്തിലോട്ട്, നമ്മുടെ ലൈഫിലോട്ട് വളരെ നല്ല ഫലങ്ങൾ നൽകും. അതേപോലെ കർക്കിടക മാസം മുഴുവൻ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മുടെ വീട്ടിൽ ഒരു തീർത്ഥം തളിക്കുക എന്നുള്ളതാണ്. തീർത്ഥം എന്ന് കേൾക്കുമ്പോൾ ഞെട്ടുകയൊന്നും വേണ്ട. ഒരു ശകലം വെള്ളം എടുക്കുക. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, മിഥുന മാസത്തിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ വെള്ളം വെക്കുന്നത്. അതുപോലെ എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങൾ പൂജ ചെയ്യുന്നതിന് മുൻപ് പ്ലാസ്റ്റിക് ഒഴിച്ച് ഏതൊരു പാത്രവും, പ്ലാസ്റ്റിക്കും സ്റ്റീലും ഒഴിച്ച് ഏതൊരു പാത്രവും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ നോർമൽ കുപ്പി ഗ്ലാസ് ആയാലും മതി, അല്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതായാലും മതി. അതിൽ ശുദ്ധമായ ജലം, റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. രാവിലെ വീട് മുഴുവൻ എല്ലാ റൂമിലും, വീടിൻ്റെ ഫ്രണ്ടിലും, ബാത്റൂമും ടോയ്ലറ്റും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ആ വെള്ളം മുഴുവൻ സ്പ്രിങ്കിൾ ചെയ്ത് വിടുക. മിച്ചമുള്ളത് ബാൽക്കണിയിലോ വീടിൻ്റെ ഫ്രണ്ടിലോ ഒഴിച്ചു വിട്ടാലും മതിയാകും. ഇത് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യവും സമൃദ്ധിയും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരും. മംഗളകാര്യങ്ങൾ ഇതുമൂലം നമ്മുടെ വീട്ടിൽ നടക്കുകയും ചെയ്യും.
ഇനിയിപ്പം ഞങ്ങൾക്ക് രാവിലെ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്ക് രാവിലെ ഒരു 9 മണിക്ക് മുൻപ് ഇത് ചെയ്താൽ മതിയാവും. എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങൾ ഈ ഒരു വെള്ളം മിക്സ് ചെയ്ത് വെക്കുക. പൂജാമുറിയിൽ തന്നെ വെക്കണമെന്നില്ല, എവിടെ വേണമെങ്കിലും വെക്കാം. പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിക്ക് മുൻപ് ഇത് വീട് മുഴുവൻ തളിച്ച് മിച്ചമുള്ള വെള്ളം നിങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ ഒഴിച്ചു കളഞ്ഞിട്ട് നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ട് തുടരെ ചെയ്യാവുന്നതാണ്. പച്ചക്കർപ്പൂരം ഒന്നും വേണമെന്നില്ല. ഇവിടെ മഞ്ഞൾപ്പൊടിയും വെള്ളവും റോസ് വാട്ടറും മതി. റോസ് വാട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സ്മെല്ല് കൊണ്ട് നമുക്ക് പോസിറ്റീവ് വൈബിനെ ആകർഷിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ റോസ് വാട്ടർ എടുക്കാൻ പറഞ്ഞത്. റോസ് വാട്ടർ ഇല്ലാത്തവർക്ക് ശുദ്ധമായ ജലവും മഞ്ഞൾപ്പൊടിയും മാത്രവും മതിയാവും. ഇത് നമ്മുടെ വീട്ടിലോട്ട് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അതേപോലെ കർക്കിടക മാസം മുഴുവൻ നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ എന്തെങ്കിലും ഒരു കോലം വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, എന്ത് കോലവും നിങ്ങൾക്ക് വരയ്ക്കാം. 8 ഇതളുള്ള താമരപ്പൂവ്, ഇരട്ട മീൻ, 2 മീനുകൾ, ഐശ്വര്യ കോലം, ശംഖുചക്രം, അതേപോലെ എന്ത് കോലമാണോ നിങ്ങൾക്കറിയാവുന്നത് ആ ഒരു കോലം വരയ്ക്കണം. എല്ലാ ദിവസവും താമരപ്പൂവിൻ്റെ കോലം വരയ്ക്കണം. ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് 8 ഇതളുള്ള താമരപ്പൂ എല്ലാ ദിവസവും വരയ്ക്കാം. അതുപോലെ തന്നെ ശനിയാഴ്ച, ഏകാദശി, തിരുവോണം നക്ഷത്രം വരുമ്പം ശംഖുചക്ര നാമം അത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നമനവും കൊണ്ടുവരും. കർക്കിടക മാസം മുഴുവൻ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ചായിരിക്കും ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. കർക്കിടക മാസം മുഴുവൻ നിലവിളക്കിൽ 5 തിരിയിട്ട് കൊളുത്താൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് ആദ്യത്തെ കുലദൈവ പൂജയാണ്, അത് 1-ാം തീയതി മുതൽ തന്നെ നമ്മൾ തുടങ്ങണം. അതേപോലെ മഞ്ഞൾ വെള്ളം അതും 1-ാം തീയതി മുതൽ തുടങ്ങണം. കോലം വരയ്ക്കുന്നത്, എന്തെങ്കിലും ഒരു കോലം നിങ്ങൾക്കറിയാവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ വരച്ചിരിക്കണം. അതേപോലെ തന്നെ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ദേവിക്ക് ആര്യവേപ്പിൻ്റെ മാല ചാർത്തണം. വീടിനടുത്ത് ദേവീക്ഷേത്രത്തിൽ നാരങ്ങാമാല ചാർത്തണം. അതേപോലെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് മുൻപിൽ മാവില തോരണവും ആര്യവേപ്പിൻ്റെ ഇലയും വെക്കാനായിട്ട് മറക്കരുത്. ഇതൊക്കെ വളരെ വളരെ നല്ല സദ്ഫലങ്ങൾ തന്നെ നമുക്ക് തരുന്നതാണ്. അതേപോലെ തന്നെ കോലം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം റിപ്പീറ്റായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലാണെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും കോലം വരയ്ക്കാൻ. അത് വളരെ പെട്ടെന്ന് തന്നെ ആകർഷണമുണ്ടായി ആ കാര്യം നമുക്ക് നടന്നു കിട്ടും. കാരണം നീർത്തത്വവും നിലത്തത്വവും കൂടിയിട്ടാണ് അവിടെ ഒന്നിച്ചു ചേരുന്നത്. അക്ഷയപാത്രം വെച്ചിട്ടുള്ളവർ കർക്കിടകം 1-ാം തീയതി തീർച്ചയായിട്ടും, സാധാരണ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് ഞാനത് മാറ്റാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ കർക്കിടകം 1-ാം തീയതി നിങ്ങൾ ആ അക്ഷയപാത്രത്തിലെ ജലം മാറ്റി പുതിയ ജലം വെച്ചിരിക്കുക തന്നെ വേണം. അത് മറക്കുകയും ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു മാസം ഫോളോ ചെയ്യണം. നല്ല രീതിയിലുള്ള ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലോട്ട് വരാനും നമ്മുടെ വീട്ടിലോട്ട് വരാനും, അതുമാത്രവുമല്ല നമ്മൾ ഒരാൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും പേരിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെട്ട് അവരിലുള്ള ദോഷങ്ങളെ എല്ലാം എടുത്തു കളഞ്ഞ് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ വീട്ടിലെ ഓരോ അംഗത്തിനും കിട്ടാനും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ സഹായകമാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊക്കെ ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.